everyone, welcome to my YouTube channel. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നോംഫെ, കംബോഡിയയിലെ നോംഫെ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. നമ്മൾ രാവിലെ എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്തു, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നേരത്തെ വന്നിനെങ്കിലും ഞങ്ങൾക്ക് റൂം കിട്ടിയിരുന്നു, റൂം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നല്ലൊരു ഉറക്കവും കുളിയും ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. ലഞ്ച് കഴിക്കാൻ വന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ റൂഫ് ടോപ്പിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വ്യൂ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടുന്ന് തന്നെ എടുക്കാൻ ഇന്നത്തെ ഇൻട്രോന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ലഞ്ച്. ഞാനൊരു ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. ആദ്യം ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ല, നട്ട്സ് എല്ലാം ഉണ്ട് അതിൽ. പിന്നെ നമ്മൾ 2 ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഒന്ന് ബത്തക്ക അഥവാ വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ റോയൽ പാലസിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മളില്ലേ എപ്പോഴും റൂം എടുക്കുമ്പോൾ നമുക്ക് നടക്കേണ്ട ദൂരത്ത് നല്ല നല്ല സ്പോട്ട്സ് ഉള്ള റൂം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഒരുങ്ങിക്കെട്ടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്, ഇന്ന് റോയൽ പാലസ് ഓപ്പൺ അല്ല. നാളെ രാവിലെ 8 മണി മുതൽ ഓപ്പൺ ആവുള്ളൂ, ഇന്ന് ക്ലോസ്ഡ് ആണ്. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നടന്നിരിഞ്ഞ് നടക്കുമ്പോഴാണ് നല്ലവനായ ഒരു ആളെ ഞങ്ങൾ പെട്ടിപ്പെട്ടത്. ആളെ പേരൊന്നും അറിയില്ല, അതെ, ആൾ ഇവിടെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ആളാണ്. അദ്ദേഹം നമുക്കൊരു പാക്കേജിലൊരു ഐഡിയ പറഞ്ഞു, നമുക്ക് അവിടെ പോവാം, ഇവിടെ പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ടിക്ടോക്കിൽ പോയിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ടേക്ക് എന്തല്ലേ റോയൽ പാലസ് ഒന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോൾ റെഡിയോ പോകുന്നുണ്ട്. ഇതെന്താ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം അതാണ് അവസ്ഥ. പക്ഷെ ഇവിടെ ഭയങ്കര സ്നേഹമാട്ടോ എല്ലാവർക്കും. നമ്മൾ വേറെ നാട്ടിൽ നിന്നാണ് വരുന്നത്, പിന്നെ എന്നുള്ള പോലെ ഭയങ്കര സ്നേഹം, വെൽക്കം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കള്ളത്തരമില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. അറിയില്ല സംഗതി, അങ്ങനെ തന്നെയായിരിക്കും ഫസ്റ്റ് ഡേ ലൈറ്റില്. അതുകൊണ്ട് എന്തോ സംഗതിന്ന് അറിയില്ല, നോക്കാം. അപ്പൊ നമ്മ ഇപ്പൊ എവിടെയാ പോകുന്നത് ശരിക്കും? സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ടഫ്നിങ്സ് ആണ് നമ്മൾ അടുത്തിട്ട് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്ലാൻ മൊത്തം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ വണ്ടി ഓടിച്ച് പോകുന്ന ചേട്ടനാണ് നമ്മളെ ഇന്നത്തെ ഫുൾ പ്ലാനിങ്ങിന്റെ ആള്. ആള് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വെച്ചാൽ നോംഫേലുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിന്റെ പേര് വാട്ട്നം എന്നാണ്. അപ്പൊ വാട്ട് എന്ന് വെച്ചാൽ WAT, വാട്ട് എന്ന് വെച്ചാൽ മീനിങ് അമ്പലം, അതായത് ടെമ്പിൾ എന്നാണ് അർത്ഥം. അപ്പൊ ഫസ്റ്റ് പോകുന്നത് വാട്ട്നം എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ്. അയ്യോ, നമ്മള് പടവുകൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരിക്കുന്ന പ്രതീക്ഷ. മുകളിലെത്തിയിട്ട് കാണാം. അപ്പൊ ഇതാണ് വാട്ട്നം അമ്പലത്തിന്റെ അകത്തെ കാഴ്ച. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബുദ്ധനാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. കൂടാതെ തന്നെ ഇത് നമ്മളെ ഖെമർ, അത് അങ്ങനെയാണെന്നൊന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഖെമർ നാഷണൽ ഐഡന്റിറ്റിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടും കൂടിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇവിടെ കുറെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചും ഞാനും പ്രാർത്ഥിച്ചേക്കാം. അതിനെ ഞാനും ഒരു ചന്ദനത്തിരി എടുത്തു. അപ്പോൾ ഇതുപോലെ ഈ മെഴുകുതിരി ഉണ്ട്, ഇതേപോലെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പൊ 2 സ്ഥലത്ത് ഇങ്ങനെ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചന്ദനത്തിരി എടുക്കുക, എന്നിട്ട് പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ വേറെ എടുത്തൊരു പ്രത്യേകത വെച്ചാൽ അപ്പപ്പം ക്ലീൻ ചെയ്യും. നമ്മളിങ്ങനെ രാവിലെ ക്ലീൻ ചെയ്ത് പോന്നാൽ അപ്പപ്പം ക്ലീൻ ചെയ്യും, നമ്മൾ ചെരുപ്പിടാണ്ട് അകത്ത് കയറണം. അപ്പം ഞാനും നമ്മളതായ രീതിയിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ചന്ദനത്തിരി അവിടെ വെച്ചു. പിന്നെ വേറൊരു ഇതെന്തെന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ റിവീലിംഗ് സ്ലീവ്ലെസ് ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറ്റില്ല. അത് നമ്മൾ ഷോളിട്ട് കവർ ചെയ്ത് വേണം അകത്ത് കയറാൻ. നമ്മളെ ചേട്ടനാട് നമ്മളെ കാത്തിക്കുന്നുണ്ട്. ഞാൻ മാത്രം അമ്പലത്തിൽ കയറിയിട്ട് വീട് ഒരാൾക്ക് ശൂരാ മടി. നമ്മളിനടുത്ത എവിടെയാ പോകുന്നത്? നല്ല പിടുത്തല്ല, അണ്ണൻ പോകണ്ടോന്ന് അവള് പോകുന്നത്, അത്രേ ഉള്ളൂ. എവിടെങ്കിലൊക്കെ ഒന്നുമായിരിക്കും. അതെ, ശരിക്കും ഇവരെ കണ്ടത് ഗുണായല്ലേ? In this evening, you want to do the river cruise or not? Could it be a river cruise by night to see the compensatory and that's the firework? Okay, it is good.
Before. Alright, okay. എന്താ പറഞ്ഞേ? Cruise പോണോ? ആ മറ്റേ ക്രൂസിൽ പോവാനാ. എന്താക്കാൻ പോവാ? വയ്യ. രാവിലെ കൊറേ 1.5 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആയില്ലേ. അല്ലെങ്കിൽ നോക്കാം. അതപ്പോ എപ്പോ പ്ലെയിനിന്ന് പാട്ടും വെച്ചിട്ടിരിക്കുന്ന ഒരാള് ഉറങ്ങുന്നതല്ലെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ വെച്ച് ഉറങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഫോണ് കാണാണ്ടാവുന്നതിന്റെ ഉത്തരവാദിത്വത്തോടെ എത്തിച്ചതാ. അപ്പൊ ഓന് ഉറങ്ങണം. ഞാൻ എന്ത് ചെയ്യും? വാട്ട്നൂന്ന് നമ്മൾ നേരെ വന്നത് ഈ ഒരു അമ്പലത്തിലേക്കാട്ടോ. ഈ അമ്പലത്തിന്റെ പേരാണ് വാട്ട് കീൻ ക്ലാങ് അഥവാ ഗോൾഡൻ ടെമ്പിൾ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മൊത്തം ഒരു ഗോൾഡ് മയമാണ്. നല്ല മഞ്ഞ ഗോൾഡ് റിച്ച് ലുക്കുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ തന്നെയാണ്, പക്ഷെ ഗോൾഡൻ ബുദ്ധ എന്നാണ് ഇവിടുത്തെ പ്രതിമേനെ പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഷ്ഠനെ പറയുന്നത്. അപ്പൊ ഈ അമ്പലത്തിന്റെ ചുമരിലും തൂണിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറെ മ്യൂറൽ പെയിന്റിങ്സ് ഉണ്ട്. അപ്പൊ ഈ പെയിന്റിങ്സ് എല്ലാം ഇല്ലേ നമ്മളെ ഹിന്ദു പുരാണമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുള്ള പെയിന്റിങ്സും ഉണ്ട്. അത് കൂടാണ്ട് നമ്മളെ ബുദ്ധൻ ഇങ്ങനെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, മരത്തിന്റെ അടിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ പെയിന്റിങ്സും ഉണ്ട്. എല്ലാ പെയിന്റിങ്ങും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടോ അവർ ചെയ്തിട്ടുള്ള. അപ്പോൾ ആസ് യൂഷ്വൽ എനിക്ക് ചായ കിട്ടാത്തതായിട്ട് എല്ലാ പേപ്പറാളും തുടങ്ങിയിട്ടുണ്ട്. കയ്യിൽ വേറെ നടക്കാതെ പിന്നെ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉറങ്ങിയാൽ മതി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചായക്കടയിൽ തപ്പി നടക്കുക. പിന്നെ കോഫി ഷോപ്പ് ഇഷ്ടം പോലെ ചായ ആദ്യം ഷോപ്പിൽ പോയി അത് ഗ്രീൻ ടീ ഒരു റോഡ് സൈഡിൽ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട്. അതൊന്നും അറിയില്ല, അടിയില്ല. ചായ വാങ്ങിച്ചു തന്നിട്ട് ചെയ്യാണ്. ചായ ഉണ്ടോ? ചായ ചായ ഉണ്ടോ? ചായ ഒരു ഷോപ്പ് കിട്ടി. ഒരു ചെറിയ ചായ കുടിക്കാൻ വന്ന് ഞാൻ അവരെ വീട്ടിൽ ഞങ്ങൾക്കുള്ള ഫാനൊക്കെ എന്തൊക്കെയാണ് മക്കളെ ആദ്യത്തെ വരികയെന്ന് അറിയില്ല. വെറും 2 ചായ കുടിക്കാനായിട്ട് ഇവരൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പോകാനാണ് ഈ ഫാനൊക്കെ കണ്ടിട്ട് ഇവരുടെ വീടാണ്. ചെറിയ ഓപ്പോസിറ്റ് ഇവരുടെ വീട്. ഇവരുടെ വീടാണ് ഷോപ്പ്. എത്ര പാല് വേണം? കട്ടിയിൽ കുറെ പാല് വേണം, കുറച്ച് മതിയെന്നൊക്കെ ചോദിച്ചു കട്ടിയിലുണ്ട്. റോഡ് സൈഡിലുള്ളൊരു തട്ടാടയിൽ താങ്ക് യു. ഇവിടെ കാണിച്ച് ചായ കാണിച്ച് ചായ ചോദിച്ചപ്പോ ചാരായും തന്നതാ. പൈസ ഒക്കെ ഇട്ടിട്ടുള്ള എന്തോ സെറ്റപ്പ് തന്നത്. നമുക്കിനി സൺസെറ്റ് ആവാനായി, അപ്പൊ കുടിച്ചോണ്ട് പോവാനാ. പോകല്ലേ, കുടിച്ചോണ്ട് പോവാനാ പറയുന്നത്. ഇതാണ് ചായ തന്നിട്ടുണ്ട്, പച്ച സാധനം. ചായയുടെ വീര്യമുള്ള പറഞ്ഞത് മിൽക്ക് ഷേക്ക് ആണ് അവർ ഉദ്ദേശിച്ചത്. ചായ പറഞ്ഞപ്പോ മിൽക്ക് ഷേക്കും ആയി തന്നത്. ഇവിടെ പാല് തിളപ്പിച്ചിട്ട് ചായ ആക്കലില്ല. ഈയിടെ കുടിച്ചേക്കാം, അച്ഛൻ കുടിച്ചപ്പോ എനിക്ക് പറഞ്ഞു കുടി ഒരു സിപ്പ് കുടിക്കേ നോക്കട്ടെ. നമ്മളിപ്പോ റിവർ ബോട്ടിൽ പോകുന്നുണ്ട്. ബോട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് കുടിക്കാനാണ് പ്ലാൻ. നമ്മളിപ്പോ ആ ദൂരം കാണുന്ന റിവർ കണ്ടോ? റിവർ നദി, അത് കണ്ടോ? അടുത്തേക്കാട് ഒരു ജങ്കാർ നിർത്തിയിട്ട് കാണുന്നില്ലേ? അപ്പൊ ആ ജങ്കാറിലേക്കാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. നമ്മൾ അണ്ണൻ ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഈ റിവറിന്റെ പേരാണ് മേക്കോങ് റിവർ. ഇത് പറയുന്നത് ഏഷ്യയിലുള്ള 3rd ലോങ്സ്റ്റ് റിവറിലേക്കാണ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇത് കുറേ കൺട്രീസിന് കവർ ചെയ്യുന്നുണ്ട് ഈ റിവർ. ഏതൊക്കെ കൺട്രീസാന്ന് വെച്ചാൽ തായ്ലൻഡ് ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, ലാവോസ് ഉണ്ട്, പിന്നെ നമ്മളെ കംബോഡിയ ഉണ്ട്, പിന്നെ സൗത്ത് വെസ്റ്റ് ചൈന, പിന്നെ സതേൺ വിയറ്റ്നാം. ഇങ്ങനെ ഈ കൺട്രീസിൽ കൂടെ ഒഴുകി പോകുന്ന ഒരു നദിയാണ് നമ്മളെ മെക്കോക്ക് റിവർ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ജങ്കാറിൽ. ഞാൻ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട് ജങ്കാർ, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജങ്കാറിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു മുകളിൽ പോവാം. നമ്മളെ ബാൽക്കണി തന്നെ, റൂഫ് ടോപ്പ് ബാൽക്കണി, അവിടെ പോയിട്ട് നല്ല സൺസെറ്റ് ഒക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മളെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ, വലിയ കപ്പ് നിറച്ചുള്ള നമ്മളെ പച്ചച്ചായ അഥവാ ഐസ് ടീ, എന്താണ് അവർ ഉദ്ദേശിച്ചതല്ല, ആ സംഭവം ഉണ്ടല്ലോ, നമുക്ക് കുടിക്കണ്ടേ. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ സീറ്റ് ഉറപ്പിച്ച് ഇവിടെ ഇരുന്നു. നമ്മളോട് നമ്മളെ ഡ്രൈവർ ചേട്ടൻ ചോദിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ ജോലി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ബാങ്കിങ്ങിലാണ്. പിന്നെ ഞാൻ എഞ്ചിനീയറാന്ന് പറഞ്ഞപ്പോൾ നമ്മളേട്ടൻ പറയാന്ന് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളെ എഞ്ചിനീയറിനെല്ലാം നാട്ടിൽ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും കംബോഡിയയിൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കരയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് റോയൽ പാലസ് ആണ്. അപ്പോൾ ഇന്ന് കംബോഡിയയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് റോയൽ പാലസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് അണ്ണൻ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോകുന്ന ഗ്യാപ്പിൽ ഞാൻ റോയൽ പാലസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ റോയൽ പാലസ് എന്ന് പറയുന്നത് നമ്മളെ കംബോഡിയയിലെ രാജാവ് താമസിക്കുന്ന സ്ഥലമാണ്. റോയൽ റെസിഡൻസിയാണ് രാജാവിൻ്റെ. അപ്പോൾ ഇപ്പം നമ്മളെ കംബോഡിയയിലെ രാജാവ് എന്ന് പറയുന്നത് നൊറോദോം സിഹാമുണി എന്നാണ് രാജാവിൻ്റെ പേര്. 2004 തൊട്ട് അദ്ദേഹമാണ് നമ്മളെ കംബോഡിയൻ്റെ രാജാവ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന റോയൽ പാലസ്. കാണുന്ന റോയൽ പാലസ്, ആ മഞ്ഞ ബിൽഡിങ്ങിലെ അങ്ങ് മുകളിൽ ദൂരം കാണുന്നത്, അതാണ് റോയൽ പാലസ്. പക്ഷെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൊണ്ട് അടച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. ഇവിടെ അതെ വെരി വെരി സ്ട്രിക്റ്റ് ഡ്രസ് കോഡ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ കംബോഡിയയിൽ ചൂടായതുകൊണ്ട് കുറച്ച് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്നവർക്കൊക്കെ അവിടെ കവറപ്പ് ചെയ്യണം, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് നമ്മളെ രാജാവ്. നല്ല സമയത്താട്ടോ നമ്മൾ വന്നത്. ഇന്ന് കംബോഡിയൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളെ പടാക്ക് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സകല നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഫുൾ ആൾക്കാരായി. അപ്പോൾ ഈ കാണുന്നതാണ് റോയൽ പാലസ്. റോയൽ പാലസിൻ്റെ ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ട്, ആടെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു ടൈമിലാണ് നമ്മൾ വന്നത് അല്ലേ, നല്ല ടൈം നമ്മൾ ചൂസ് ചെയ്ത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മളിത് സംഗതി അറിഞ്ഞത്. നദിക്കരയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും കിട്ടില്ല, ഒന്ന് പറ. എന്തത്? ബുലവാർഡ് റിവർ സൈഡിലൂടെ സഞ്ചരിക്കുന്ന 2 യുവമിഥുനങ്ങളാണ് ഞാൻ വച്ചു. യുവമിഥുനായിട്ട് 4 കൊല്ലമായി, എന്നാലും പറയുമ്പോൾ പറയാലോ. എന്തൊരാളാ നോക്ക്, നല്ല ആൾക്കാർ. ഇതല്ലോ ഒരാൾ ചോറും കറി തന്നെ തിന്നുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഫുഡ് സ്ട്രീറ്റ് പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ കുറേ പേര് ആടുന്ന ഇപ്പോൾ ഫയർ വർക്ക്സ് തുടങ്ങും ഇവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. ചിലരങ്ങ് ബാൽക്കണിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് റൂഫ് ടോപ്പിൽ പോയി നിൽക്കുക. പുതുവാണത് അല്ലല്ലേ, മുളകല്ലേ, മുളക്. തവളയല്ലേ ഇത്? തവളയല്ലേ? തവളയുണ്ട്. പുതു ഉപ്പിലിട്ടത്. എടാ ഒരു പുതു ഉപ്പിലിട്ടതെന്ന്. അത് ഇത് നോക്ക്, ഇത് ഉൾച്ചാടിയല്ലേ? ആച്ച ഒരു പുതുവിനെ തിന്നടാ. വേണ്ട.
വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് നാട്ടുകാരൊക്കെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും പോവാണ്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കട്ടെ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ വിടില്ല. അപ്പോൾ ഇവിടെ നല്ല അഫോർഡബിൾ സാധനം എന്തെങ്കിലും കിട്ടി എന്തായാലും മേടിക്കണം. ഇപ്പം നോഫയിലെ നൈറ്റ് മാർക്കറ്റിലാണുള്ളത്. അപ്പോൾ ഞാനൊരു എവിടെ അപ്പോൾ നമ്മളിങ്ങനെ ഷോപ്സിലൊക്കെ കയറി ഇങ്ങനെ പോവായിരുന്നു. റേറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ബാർഗൈൻ ചെയ്ത് നല്ല വിലക്കുറവിൽ കിട്ടും. ഞാനൊരു ഓവർ സൈസ് ഷർട്ടും പിന്നെ ഒരു ടീഷർട്ടും മേടിച്ചു. കുറേ നല്ല സാധനമുണ്ട്, പക്ഷെ നല്ല ക്ഷമമാണ്. ഇവിടുത്തെ സ്റ്റൈൽ വെച്ചൊരു കൊറിയൻ സ്റ്റൈലാണ്. ഭയങ്കര മെലിഞ്ഞ കുട്ടികൾക്കെല്ലാം വെച്ച് കുറേ സാധനം ഉണ്ട്. വാരിക്കൊണ്ടാവാം. ഞാനിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനൊരു ഡ്രസ്സ് അംഗോഭാഗത്ത് പോകുന്നുണ്ട്. അവിടെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു റൗണ്ട് ഒരേ ഏരിയയിൽ ഞാൻ മൊത്തം ഒന്ന് നോക്കിയിട്ട് വന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇത് നെക്സ്റ്റ് സൈഡാണ്. ഇതിങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഷോപ്സ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇടുങ്ങിയ സ്ഥലം. വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സിൻ്റെ നല്ല കിട്ടിയിലും കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ എനിക്ക് വേണ്ടത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട്. എനിക്ക് വിചാരിച്ച ഡ്രസ്സ് കിട്ടിയിട്ടാണ് കഴിച്ചു. അപ്പോൾ ഞാൻ വെച്ചു എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറേ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്, ഫുഡ് സ്റ്റോൾസ് ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പാടിക്കാം. ഈ സ്റ്റോൾസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ചിക്കൻ, ബീഫ്, പോർക്ക്, സീ ഫുഡ് ഐറ്റം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം അവരോട് നമുക്കിങ്ങനെ ഈ സ്റ്റൈലിൽ ചെയ്ത് തന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും സ്റ്റൈലുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് അത് ചെയ്ത് തന്നിട്ട് നമ്മൾ ആ ഫുഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അങ്ങനെ നിലത്ത് അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് അങ്ങനെ കഴിക്കുക. അതാണ് ഇവിടുത്തെ രീതി. പിന്നെ അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചു കിട്ടും. അങ്ങനെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ട് ഞങ്ങൾ ചിക്കൻ ഐറ്റംസേ മേടിച്ചിട്ടു. പിന്നെ ഇവിടെ മുട്ട എങ്ങനെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ നാളെ വിരിയുമെങ്കിൽ ഇന്നത്തെ ആ മുട്ട എങ്ങനെയുണ്ട് അങ്ങനത്തെ മുട്ടയാണ് അവർ കഴിക്കുക. മീൻസ് ജസ്റ്റ് വിരിയുന്നതിന് തൊട്ട് മുന്നിൽ മുട്ടയാണ് കഴിക്കുക. പിന്നെ അതുകൂടാണ്ട് എന്തെല്ലോ വെറൈറ്റി സാധനമുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ മണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി മണമാണ്. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. നല്ല ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇന്ന് ചെയ്തു. കുറേ സ്ഥലങ്ങൾ കണ്ടു, കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ ഫുഡൊക്കെ എന്തൊക്കെയോ ട്രൈ ചെയ്തു. 2-3 ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആ ഫയർ വർക്ക്സ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നമുക്കിന്ന് കിട്ടുന്നു. നല്ല രസമുണ്ടായി. നല്ല രസം എന്ന് വെച്ചാൽ നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കര വലുതായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു. അത് നല്ലോണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ഷോപ്പിങ്ങിനവിടെ പോയി. അതും എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഇനി നല്ലൊരു കുളി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം. നാളെ നമുക്കിതുപോലെ കറങ്ങാനുള്ളതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.